അപ്പോൾ ഗെയ്സ് നമുക്കിന്ന് മോരുകറി ഉണ്ടാക്കിയാലോ. എൻ്റെ കയ്യിൽ ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ സ്റ്റൗ ഓണാക്കി അതിൽ ചൂടാക്കാൻ വയ്ക്കുക. അത് ചൂടായതിന് ശേഷം കുറച്ച് കോക്കനട്ട് ഓയിൽ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കോക്കനട്ട് ഓയിൽ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. ആ കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം വന്ന് സ്മെല്ലെല്ലാം ഒന്ന് പോകുന്നത് വരെ. അതിന് ശേഷം നമ്മുടെ ഓണിയൻ, ആക്ച്വലി സ്മോൾ ഓണിയനാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ എൻ്റെ കയ്യിൽ സ്മോൾ ഓണിയൻ ഇല്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ നോർമൽ ഓണിയൻ എടുത്തിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ജസ്റ്റ് വഴറ്റുക. അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം അതെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ജസ്റ്റ് 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. അതിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റുക. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് പോകുന്നവരെ, അതിൻ്റെ ഒരു സ്മെല്ല് പോകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ടിടുന്നത് നമുക്ക് ഓപ്ഷണലാട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഞാൻ ജസ്റ്റ് ഇടാറുണ്ട്. ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ചില്ലി പൗഡർ. ആക്ച്വലി അത് പച്ചമുളക് നമ്മൾ നല്ല എരിവിന് ഇട്ടിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനുശേഷം നമ്മുടെ കട്ട തൈര് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വിസ്ക് യൂസ് ചെയ്ത് ജസ്റ്റ് അല്ലാണ്ട് അടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ജാറിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് അത് മിക്സ് ചെയ്യുക. എല്ലാം നല്ല രീതിക്ക് ഇളക്കി മിക്സ് ചെയ്യണം. പിന്നെ കട്ടത്തൈര് മീൻസ് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ നോർമലി അല്ലാണ്ട് തന്നെ എടുത്ത് ഇടുവാണെങ്കിൽ നമുക്കത് ഒരു കട്ട ഒരു രീതിയിൽ വരും. സോ അതുകൊണ്ട് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കുക. ഉപ്പ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. പുളിയുള്ള തൈരാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ എൻ്റെത് അത്യാവശ്യം പുളി കുറവായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപ്പെല്ലാം നോക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് തിള വരരുത്, പക്ഷേ ഒരു നല്ലൊരു ചൂട് വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് നമ്മുടെ സ്റ്റൗ ഒരു സിമ്മിലിട്ടിട്ട് വെയിറ്റ് ചെയ്താൽ മതി. കാരണം തിള വന്നു കഴിഞ്ഞാൽ അത് തൈര് പിരിഞ്ഞു പോകും, പിന്നെ അത് കൊള്ളത്തില്ല കഴിക്കാൻ. അപ്പോൾ നമ്മുടെ തൈര് റെഡി ആയിട്ടുണ്ട്. അതും കൂട്ടി നമുക്ക് ചോറുണ്ടാലോ.